രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ലക്ഷ്മണോപദേശം. ലക്ഷ്മണനൊരു ദിനമേകാന്തേ രാമദേവൻ തൃക്കടൽ കൂപ്പി വിനയാന്വിതനായി ചൊന്നാൻ, മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം. ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം. ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദമരുൾ ചെയ്തിതുവഴി പോലെ. കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം. മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവനമ്പോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമിടൂ. ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദിവസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയെ. മായയാകുന്നതു നിർണയമതിനാലെ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപം, മായയ്ക്കെന്നറിക സൗമിത്രേ നീ. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറികതി സ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദിബ്രഹ്മാന്തമാം അവിദ്യാരൂപമതും സംഘാതിദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂതയെന്നറിഞ്ഞാലും മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ. മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്നുള്ളൊരു തത്വം നമുക്കിവിടെ കാണാം. നമ്മൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ മിഥ്യയായ കാഴ്ചകളാണ്. യാഥാർത്ഥ്യം അതിനപ്പുറത്താണ്. ആ ബോധമാണ് ആദ്യം ലക്ഷ്മണന് രാമൻ പ്രദാനം ചെയ്യുന്നത്. ലോകത്തെ മിഥ്യയായി കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ ദുഃഖമില്ലാത്ത ഒരവസ്ഥ വന്നു ചേരും. അങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കേണ്ടത് എന്ന് രാമൻ ആദ്യം തന്നെ ലക്ഷ്മണനെ പഠിപ്പിക്കുകയാണ്. മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു, രജ്ജുഖണ്ഡത്തിങ്കലെ പന്നകബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കിൽ ഏതുമൊന്നില്ലയല്ലോ. വിളക്കില്ലാതെ ഇരുട്ടത്ത് നടക്കുമ്പോൾ ഒരു കഷണം കയറ് ഏത് വിധത്തിൽ പാമ്പായി നമ്മെ പരിഭ്രമിപ്പിക്കുന്നുണ്ടോ ആ വിധമാണ് ജഗത്ത് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. വിജ്ഞാനത്തിൻ്റേതാകുന്ന പ്രകാശം വന്നു ചേരുമ്പോൾ ഈ കാണുന്ന മിഥ്യാലോകത്തിനപ്പുറത്തുള്ള യാഥാർത്ഥ്യത്തെ ദർശിക്കാൻ നമുക്ക് കഴിയും. ജന്മസംസാരവൃക്ഷമൂലമായതു ദേഹം, തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം ദേഹമായതു പഞ്ചഭൂത സഞ്ചയമയം. ദേഹസംബന്ധം മായാവൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തമൂലപ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ. ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം. ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം. ക്ഷേത്രത്തിനകത്ത് ഉള്ളത് ഈശ്വരനാണ് എന്ന് പറയുമ്പോൾ ശരീരത്തിനകത്തുള്ള ആത്മാവാണ് ഈശ്വരൻ എന്ന് വരുന്നു. അപ്പോൾ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും എന്താണെന്നുള്ള അറിവാണ് യഥാർത്ഥത്തിലുള്ള അറിവ്.
ക്ഷേത്രജ്ഞയോർ യത്തജ്ഞാനം മതം മമ എന്ന് ഗീതയും പറയുന്നുണ്ട്. എന്നിവറ്റിങ്കൽ നിന്നു വേറുന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ. ജീവാത്മാവെന്നും പരമാത്മാവെന്നതുമോർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല, രണ്ടുമൊന്നത്രേ നൂനം ഭേദമുണ്ടെന്നു പറയുന്നതജ്ഞന്മാരല്ലോ. ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെയാണ്, ഒന്ന് മറ്റൊന്നിൽ നിന്നും വിഭിന്നമല്ല എന്നുള്ള അറിവാണ് യഥാർത്ഥത്തിലുള്ള അറിവ്. അത് രണ്ടും രണ്ടാണെന്ന് കാണുന്നത് അജ്ഞാനം ഉള്ളിൽ പ്രകടമാവുന്നത് കൊണ്ടാണ് എന്ന് രാമായണം പറയുന്നു. മാനവും ഡംഭും ഹിംസാവക്രത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യാ മന്യുഭാവവും അകലെ കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിജചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു നിത്യവും സൽക്കർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദസ്വരൂപനായി മാനസവചനദേഹങ്ങളെ അടക്കി തന്മാനസേ വിഷയസൗഖ്യങ്ങളെ ചിന്തിയാതെ ജനനജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വേന സമഭാവനയൊടും സർവാത്മാവുമെങ്കൽ ഉറച്ച മനസ്സോടും സർവദാ രാമരാമേത്യ അമിത ജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്തു ശക്തിയുമൊന്നിങ്കലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടു സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കണം. പ്രാകൃതജനങ്ങളുമായി വസിക്കരുതൊട്ടുമേകാന്തേ പരമാത്മജ്ഞാന തൽപരനായി വേദാന്തവാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിലുറച്ചു ചമഞ്ഞിടും മാനസേ വികൽപ്പങ്ങൾ ഏതുമേയുണ്ടാകുല്ല. ആത്മാവാകുന്നതെന്തൊന്നുണ്ടോ കേളതുമെങ്കിൽ ആത്മാവല്ലല്ലോ ദേഹപ്രാണബുദ്ധി അഹങ്കാരം മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നു മേലെ മാനമില്ലാതെ പരമാത്മാവു താനേ വേറെ നിൽപ്പിതു ചിദാത്മാവ് ശുദ്ധമവ്യക്തം ബുദ്ധം തൽപാദാത്മാ ജ്ഞാനിക ത്വൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴി പോലെ കണ്ടറിഞ്ഞിടാം ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ. വിജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ ഈശ്വരനെ കാണാൻ കഴിയൂ. ഈശ്വരനെ കാണാനുള്ള ഉപാധിയാണ് ജ്ഞാനം നേടുക എന്നുള്ളത്. അതുകൊണ്ട് വിജ്ഞാനം നേടി അതിലൂടെ എന്നെ കാണാൻ കഴിയും എന്ന ഉപദേശം രാമൻ ലക്ഷ്മണന് കൊടുക്കുകയാണ്. നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ടു പണി രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലെ നേരുള്ള വഴി അറിഞ്ഞിടാവിധൗവണ്ണമേ ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ. ഈശ്വരനിൽ ഭക്തിയുണ്ടെങ്കിൽ മറ്റ് പ്രകാശങ്ങളൊന്നും ആവശ്യമില്ല. ഏതിരുട്ടത്തും തൻ്റെ മുന്നിലുള്ള വഴി തെളിഞ്ഞു വരാൻ ഈശ്വരഭക്തി സഹായിക്കും എന്ന് രാമൻ ലക്ഷ്മണനെ പഠിപ്പിക്കുകയാണ്. പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനമഗ്നിവിപ്രാണാം കൊടുക്കയുമത മൽക്കഥാപാഠശ്രവണങ്ങൾ ചെയ്യുകയും മുതാ മൽഗുണ നാമങ്ങളെ കീർത്തിച്ചുകൊള്ളുകയും സന്തതമിത്തമെങ്കൽ വർത്തിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തിയുമുണ്ടായി വരും. അപ്പോൾ എപ്പോഴും ദാനധർമാദികൾ അനുഷ്ഠിച്ച് സത്യത്തെ ഉപാസിച്ച് എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനിലേക്കുള്ള ദൂരം വളരെ ചെറുതാണെന്ന് നമുക്ക് ഈ ഭാഗത്ത് നിന്നും മനസ്സിലാക്കാം. മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാലുക്തമായതു നിനക്കെന്നാലേ ധരിക്ക നീ വക്തവ്യമല്ല നൂനമെത്രയും ഗുഹ്യം മമ ഭക്തന്മാർക്കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ. ഈ ഭക്തിയാകുന്ന ജ്ഞാനം കണ്ട എല്ലാവർക്കും കൊടുക്കാനുള്ള ഒന്നല്ല, അതർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നും കൂടി രാമൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഭക്തി അർഹിക്കുന്ന ആളുകൾക്ക്, വിജ്ഞാനം അർഹിക്കുന്ന ആളുകൾക്ക് മാത്രമേ അത് പകർന്നു നൽകാവൂ. അത് അർഹിക്കാത്തവർക്ക് കൊടുത്താൽ അത് ഗുണത്തിലെത്തില്ല, അത് ദോഷത്തിന് മാത്രമേ ഉപകരിക്കൂ എന്നുകൂടി രാമായണം പറയുന്നുണ്ട്.
ഭക്തിവിശ്വാസ ശ്രദ്ധായുക്തനാം മർത്യനിതു നിത്യമായി പാഠം ചെയ്യില ജ്ഞാനമകന്നുപോം. ഭക്തിയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു നൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തിയെന്നറിഞ്ഞാലും. ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു പുനരിത്തിരി നേരം ഇരുന്നീടിനോരനന്തരം ഗൗതമീ തീരെ മഹാകാനനെ പഞ്ചവടീഭൂതലേ മനോഹരേ സഞ്ചരിച്ചിടുന്നൊരു യാമിനീചരി ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൾ കാമിനി വിമോഹിനി. പങ്കജധ്വജകുലിശാങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടിയിടും പാദപാദങ്ങളതു നേരം പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലെ കൗതുകം ഉൾക്കൊണ്ടു രാമാശ്രമമകം പുക്കാൾ. ഇനിയാണ് രാമായണത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രം കടന്നു വരുന്നത്, ശൂർപ്പണഖ. അജ്ഞാനത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, തിന്മയുടെ ഒക്കെ പ്രതീകമായ വൈകൃത രൂപത്തിനുടമയായ ശൂർപ്പണഖ. ഈ ശൂർപ്പണഖയൊക്കെ നമ്മുടെ തന്നെ ഉള്ളിലുള്ള തിന്മയുടെ പ്രതീകമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ അത് നന്നായിരിക്കും. നമ്മുടെ ഉള്ളിലുള്ള കാമം, ഒരിക്കലും അടങ്ങാത്ത കാമത്തിൻ്റെ പ്രതീകമാണ് ശൂർപ്പണഖ. ആ ശൂർപ്പണഖയെ അടക്കാതെ, ഇല്ലാതാക്കാതെ വിജ്ഞാനത്തിൻ്റെ മാർഗത്തിലൂടെ, ജന്മസാഫല്യത്തിൻ്റെ മാർഗത്തിലൂടെ ഒരടി പോലും മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. എങ്ങനെയാണ് ശൂർപ്പണഖ ഇവിടെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ആരെടോ ഭവാൻ ചൊല്ലീടാരുടെ പുത്രനെന്നും നേരോടെന്തിവിടേക്കു വരുവാൻ മൂലമെന്നും. എന്തൊരു മൂലം ജഡാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചിതു താപസവേഷമെന്നും. എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോട്, നീ എന്നോടു പിന്നെ ചോദിക്കുമല്ലോ. രാക്ഷസേശ്വരനായ രാവണ ഭഗിനി ഞാനാഖ്യയാ ശൂർപ്പണഖ കാമരൂപിണിയല്ലോ. ഖരദൂഷണ ത്രിശിരാക്കളാം ഭ്രാതാക്കന്മാർക്കരികെ ജനസ്ഥാനേ ഞാനിരിപ്പതു സദാ. നിന്നെ ഞാൻ ആരെന്നതും അറിഞ്ഞീലതും പുനരെന്നോടു പരമാർത്ഥം ചൊല്ലണം ദയാനിധേ. അങ്ങനെ സ്വയം പരിചയപ്പെടുത്തുകയാണ് ശൂർപ്പണഖ. ഞാൻ രാവണ സഹോദരിയായ ശൂർപ്പണഖയാണ്. ജനസ്ഥാനത്ത് മറ്റ് ഖരദൂഷണ ത്രിശിരാക്കളായ സഹോദരന്മാരോടൊപ്പം കഴിയുന്നവളാണ്. ഇനി അങ്ങ് പറയൂ, അങ്ങ് ആരാണ്? സുന്ദരീ കേട്ടുകൊള്ളുക, ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥിരാമനെന്നല്ലോ നാമം. എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജാ സീത, ധന്യേ മൽഭ്രാതാവായ ലക്ഷ്മണനിവനെടോ. എന്നാൽ എന്തൊരു കാര്യം നിനക്കു മനോഹരേ, നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ. എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി, എന്നോടുകൂടെ പോന്നു രമിച്ചുകൊള്ളേണം നീ. ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് ശൂർപ്പണഖ രാമനോട് പറയുന്നത്. ഞാൻ എന്താണ് അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് രാമൻ ശൂർപ്പണഖയോട് ചോദിച്ചപ്പോൾ ശൂർപ്പണഖ പറയാണ്, എൻ്റെ കൂടെ താമസിക്കണം. അതെങ്ങനെ സാധിക്കും? നിന്നെയും പിരിഞ്ഞു പോവാൻ മമശക്തി പോരാ, എന്നെ നീ പരിഗ്രഹിച്ചിടേണം മടിയാതെ. ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മാനവവീരൻ അവളോടരുൾ ചെയ്തിടിനാൻ. ഞാനിഹ തപോധനവേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം. ജാനകിയാകും ഇവൾ എന്നുടെ പത്നിയല്ലോ, മനസ്സേ പാർത്താൽ വെടിഞ്ഞിടരുതുന്നുകൊണ്ടും. ഈ കാട്ടിലൂടെ താപസവേഷം ധരിച്ച് നടക്കുന്ന എന്നെക്കൊണ്ട് എന്ത് കാര്യം? മാത്രമല്ല, എന്നോടൊപ്പം എൻ്റെ ധർമ്മപത്നിയായ ജാനകീദേവിയും ഉണ്ട്. സാപത്ന്യോദ്ഭവ ദുഃഖമെത്രയും കഷ്ടം കഷ്ടം, താപത്തെ സഹിപ്പതിനാളല്ല നീയുമെടോ. ലക്ഷ്മണൻ മമ ഭ്രാതാ സുന്ദരൻ മനോഹരൻ, ലക്ഷ്മീദേവിക്കു തന്നെയൊക്കും നീയെല്ലാം കൊണ്ടും. നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ, സംഘവും നിന്നിലേറ്റം വർദ്ധിക്കും അവനെടോ. ഈശ്വരനായാലും ചില സന്ദർഭങ്ങളിൽ തെറ്റ് സംഭവിക്കാം. രാമന് ഒരു പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ ചെറിയൊരു തെറ്റ് സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം വിചാരിക്കാൻ. ഒരിക്കലും ശൂർപ്പണഖയെ ഇவ்விധം പ്രകോപിപ്പിക്കേണ്ടിയിരുന്നില്ല രാമൻ. എന്തുകൊണ്ട്? സഹോദരനായ ലക്ഷ്മണൻ വിവാഹിതനാണെന്ന് രാമൻ അറിയാം. പിന്നെ എന്തിനാണ് നിനക്ക് എന്നെക്കാൾ ചേരുന്നത് ലക്ഷ്മണനാണെന്ന് രാമൻ പറഞ്ഞത്?
ഈ ചോദ്യത്തിനത്തെ ഒക്കെ ഉത്തരം രാമായണം തന്നെ തരുന്നത് കൊണ്ട് നമുക്കതൊക്കെ വായനയിലൂടെ കണ്ട് അറിയാം. മംഗലശീലൻ അനുരൂപൻ എത്രയും നിനക്കങ്ങു നീ ചെന്നു പറഞ്ഞിടുക വൈകിടാതെ എന്നതു കേട്ട നേരം സൗമിത്രി സമീപേ പോയി ചെന്നവളപേക്ഷിച്ചാൾ ഭർത്താവാകെന്നു തന്നെ. ഒട്ടും വൈകിയില്ല, നേരെ ലക്ഷ്മണൻ്റെ അടുത്ത് പോയി പറഞ്ഞു, എന്നെ കല്യാണം കഴിക്കണം. ചൊന്നവളോടു ചിരിച്ചവനുമുര ചെയ്താൻ, എന്നുടെ പരമാർത്ഥം നിന്നോടു പറഞ്ഞിടാം. മന്നവനായ രാമൻ തന്നെ ദാസൻ ഞാനോ ധന്യേ, നീ ദാസിയാവാൻ തക്കവള്ളവളല്ലോ. ചെന്നു നീ ചൊല്ലിയിടഖിലേശ്വരനായ രാമൻ തന്നോടു തവ കുലശീലാചാരങ്ങളെല്ലാം, എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നതു കേട്ടു രാവണ സഹോദരി. പിന്നെയും രഘുകുലനായകനോടു ചെന്നാൾ എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലൂ, നിനക്കൊന്നുകൊണ്ടും ഒരു സങ്കടമുണ്ടായി വരാ. പെട്ടെന്ന് ലക്ഷ്മണൻ്റെ അടുത്ത് നിന്ന് നേരെ രാമൻ്റെ സമീപത്തേക്ക് പോവാണ്. ലക്ഷ്മണൻ പറഞ്ഞു, ഞാൻ രാമൻ്റെ ദാസനാണ്, നീ ദാസിയാവാൻ പറ്റിയ ഒരാളല്ല. അത്രയും സുന്ദരിയായ നീ രാമന് തന്നെ പത്നിയായിരിക്കാൻ യോഗ്യതയുള്ളവളാണ്. നീ രാമൻ്റെ സമീപം തന്നെ ചെന്ന് പറയുക. അങ്ങനെ അവൾ വീണ്ടും രാമസമീപത്തേക്ക് പോവാണ്. മന്നവാഗിരിവന ഗ്രാമദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്നു ഭുജിക്കായി വരുമനാരദം. ഇത്തരം അവളൊരു ഉര ചെയ്തതു കേട്ട നേരം ഉത്തരമരുൾ ചെയ്തു രാഘവൻ തിരുവടി. ഒരുത്തനായാൽ അവനരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം, അതിനിവളുണ്ടെനിക്കിപ്പോൾ. ഒരുത്തി വേണം, അവൻ അതിനാരെന്നു തിരഞ്ഞിരിക്കും നേരമിപ്പോൾ. നിന്നെയും കണ്ടുകിട്ടി വരുത്തും ദൈവം ഒന്നു കൊതിച്ചാൽ ഇനി നിന്നെ വരിച്ചുകൊള്ളും, അവനില്ല സംശയമേതും. എന്നെ ഒപ്പം ശുശ്രൂഷിക്കാൻ ഇവിടെ ഇതാ സീതാദേവി എന്നോടൊപ്പം ഉണ്ട്. അവനാണെങ്കിൽ ആരും കൂടെയില്ല. ആരെ കിട്ടും ഈ കാനനത്തിൽ എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നീ മുന്നിൽ വന്നത്. അല്ലയോ ശൂർപ്പണഖേ, നീ ലക്ഷ്മണൻ്റെ സമീപത്തേക്ക് തന്നെ പോവുക. ഇങ്ങനെ രണ്ടുപേരും പന്ത് തട്ടി കളിക്കുകയായിരുന്നു. അത് വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ ഓരോ തവണയും രാമായണം വായിക്കുമ്പോൾ തോന്നാറുണ്ട്. തെരിക്കെന്നിനിക്കാലം കളഞ്ഞിടാതെ ചെൽക, കരത്തെ ഗ്രഹിച്ചിടും കടുക്കെന്നവനെടോ. രാഘവവാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുല ചേതസ്സോടും ലക്ഷ്മണാന്തികേ വേഗാൽ ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരനും എന്നോടിത്തരം പറഞ്ഞിടുല്ല വെറുതെ നീ. നിന്നിലേതുമൊരു കാംക്ഷയെന്നറിക നീ. മന്നവനായ രാമൻ തന്നോടു പറഞ്ഞാലും പിന്നെയും അതു കേട്ടു രാഘവ സമീപേ പോയി ചെന്നു നിന്നപേക്ഷിച്ചാൾ ആശയാപലതരം. അങ്ങനെ കേട്ടപ്പോൾ വീണ്ടും രാമൻ്റെ അടുത്തേക്ക് നിന്ന് ലക്ഷ്മണൻ്റെ അടുത്തേക്ക് അങ്ങും ഇങ്ങും ഓടുകയാണ്. പക്ഷെ നമുക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാം. യഥാർത്ഥത്തിലുള്ള സ്വരൂപത്തെ മറച്ചു വെച്ചുകൊണ്ട്, രാക്ഷസ രൂപത്തെ മറച്ചു വെച്ചുകൊണ്ട് അതിസുന്ദരിയായ മോഹിനി രൂപത്തിലാണ് ശൂർപ്പണഖ വന്നിരിക്കുന്നത്. എന്നാൽ നമ്മുടെ യഥാർത്ഥ സ്വത്വം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് ചില സന്ദർഭങ്ങളിൽ പുറത്തു ചാടും. നമുക്കിവിടെ നോക്കാം. കാമവും ആശാഭംഗം കൊണ്ടു കോപവും അതിപ്രേമവും ആലസ്യവും പൂണ്ടു രാക്ഷസിയപ്പോൾ മായാരൂപവും വേർപെട്ടഞ്ജനശൈലം പോലെ കായാകാരവും ഘോരദംഷ്ട്രയും കൈക്കൊണ്ടേറ്റം കമ്പവും ഉൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തും നേരം ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു വാളുറയൂരി കാതും മുലയും മുക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലമുറയിട്ടുകൊണ്ടു കൊണ്ടു ലോകമൊക്കെ മാറ്റുലിക്കൊണ്ടു നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്നു ചാടി 4-5 വഴി വരുമരുവിയാറുപോലെ ചോരയുമൊലിപ്പിച്ചു കാളരാത്രിയെപ്പോലെ ഘോരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ. രാവണൻ തൻ്റെ വരവുണ്ടിനിയിപ്പോളെന്നു ദേവദേവനും അരുൾ ചെയ്തു ഇരുന്നരുളിനാൻ. ഈ ഒരു പ്രകോപനം ഉണ്ടാക്കി വിടുകയാണ് രാമൻ. എന്തിനു വേണ്ടി? രാവണനെ തൻ്റെ സമീപത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി. ഏതായാലും ശൂർപ്പണഖ എന്ന് പറയുന്ന ഒരു സ്വത്വം നമ്മുടെ എല്ലാം ഉള്ളിൽ നാം അറിയാതെ ഉറങ്ങിക്കിടപ്പുണ്ട്. അത് തിരിച്ചറിഞ്ഞ് അതിനെ അംഗഭംഗം വരുത്തി വിരൂപയാക്കി വിടുകയാണ് യഥാർത്ഥത്തിലുള്ള വിജ്ഞാനം തേടുന്ന
ജീവിതത്തിന് കൈവല്യം തേടുന്ന ആളുകളുടെ ധർമ്മം എന്ന് നമ്മൾ ഈ ഭാഗത്തു നിന്നും മനസ്സിലാക്കുക. രാമായണത്തിലെ വളരെ പ്രധാനമായ മറ്റൊരു കഥാപാത്രത്തിൻ്റെ രംഗപ്രവേശമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ശൂർപ്പണഖയുടെ വിലാപം കേട്ട് സഹോദരനായ ഖരൻ ഇനി യുദ്ധത്തിനായി വരികയാണ്. രാക്ഷസപ്രവരനായിടിന ഖരൻ മുമ്പിൽ പക്ഷമറ്റവനിയിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്ത നിജസോദരി തന്നെ നോക്കി ചൊല്ലിനാനാശുഖരൻ. ഒരു പർവ്വതം വീണതുപോലെ ശൂർപ്പണഖ സഹോദരനായ ഖരൻ്റെ മുന്നിൽ ചെന്ന് വീണ് കരയുകയാണ്. മൃത്യുതൻ വക്ത്രത്തിങ്കൽ സത്വരം പ്രവേശിച്ചതത്ര ചൊല്ലാരെന്ന് എന്നോടെത്രയും വിരയേ നീ വീർത്തു വീർത്തേറ്റം വിറച്ചലറി സഗദ്ഗതമാർത്തി പൂണ്ടോർത്തു ഭക്ത്യാ ചൊല്ലിനാളവളപ്പോൾ മർത്യന്മാർ ദശരഥപുത്രന്മാർ ഇരുവരുണ്ടുത്തമ ഗുണവാന്മാരെത്രയും പ്രസിദ്ധന്മാർ. രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമമൊരു കാമിനി കൂടെയുണ്ട് സീതയെന്നവൾക്കു പേർ. അഗ്രജൻ നിയോഗത്താൽ ഉഗ്രനാമവരജൻ ഖഡ്ഗേന ഛേദിച്ചിതു മൽക്കുജാതികളെല്ലാം. ശൂരനായിടും നീ ഇന്നവരെ കൊല ചെയ്തു ചോര നൽകുക ദാഹം തീരുമാറിനിക്കിപ്പോൾ. പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്കിലിച്ചവന്നീടും മമ നിശ്ചയമറിഞ്ഞാലും. എന്നിവ കേട്ടു ഖരൻ കോപത്തോടുര ചെയ്താൻ. ദുർനയമേറെയുള്ള മാനുഷാധമന്മാരെ കൊന്നു മൽഭഗിനിക്കു ഭക്ഷിപ്പാൻ കൊടുക്കണമെന്നതിനാശു 14 പേർ പോക നിങ്ങൾ നീ കൂടെ ചെന്നു കാട്ടിക്കൊടുത്തിയിടെന്നാൽ ഇവർ ആകൂതം വരുത്തിയിടും നിനക്കുമടിയാതെ. മനുഷ്യന്മാരായ രാമലക്ഷ്മണന്മാരാണ് തൻ്റെ ഈ ഗതിക്ക് കാരണമെന്ന് ശൂർപ്പണഖ ഖരനോട് പറഞ്ഞപ്പോൾ ഖരൻ കരുതി ഈ മനുഷ്യന്മാരെയോടൊക്കെ യുദ്ധം ചെയ്യാൻ ഞാൻ നേരിട്ടെന്തിനു പോകണം, അതുകൊണ്ട് 14 പേരെ അയക്കുകയാണ് ഖരൻ എന്നവളോടു പറഞ്ഞയച്ചാൻ. ഖരനേറ്റമുന്നതന്മാരാം 14 രാക്ഷസരെയും ശൂലമുദ്ഗരമുസലാസി ചാപേഷു ഭിണ്ടിപാലാദി പലവിധമായുധങ്ങളുമായി ക്രുദ്ധന്മാരാർത്തു വിളിച്ചുദ്ധതന്മാരായി ചെന്നു യുദ്ധസന്നദ്ധന്മാരായടുത്താരതു നേരം ബദ്ധവൈരേണ 14 ഒരുമിച്ചു ശസ്ത്രൗഘം പ്രയോഗിച്ചാർ ചുറ്റും നിന്നൊരിക്കലേ. മിത്രഗോത്രോത്ഭൂതനാമുത്തമോത്തമൻ രാമൻ ശത്രുക്കൾ അയച്ചൊരു ശസ്ത്രൗഘം വരും നേരം പ്രത്യേകമോരോ ശരം കൊണ്ടവ ഖണ്ഡിച്ചുടൻ പ്രത്യർത്ഥി ജനത്തെയും വധിച്ചാനോരോന്നിനാൽ. ശൂർപ്പണഖയും അതു കണ്ടു പേടിച്ചു മണ്ടി ബാഷ്പവും തൂകി ഖരൻ മുമ്പിൽ വീണലറിനാൻ. എങ്ങുപോയി കളഞ്ഞിതു നിന്നോടുകൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ 14 ചൊല്ലി. എവിടെ പോയി നിന്റെ 14 മഹാരാക്ഷസന്മാർ? അവരെയൊക്കെ രാമലക്ഷ്മന്മാർ കൊന്നുകളഞ്ഞു എന്ന് കോപത്തോടുകൂടി ശൂർപ്പണഖ പറയാണ് സഹോദരനായ ഖരനോട്. അങ്ങു ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങിനി വരാതെ വണ്ണം പോയാർ തെക്കോട്ടവർ. രാമായണത്തിൽ ഒരുപാട് തവണ വീണ്ടും വീണ്ടും ഉദ്ധരിക്കപ്പെട്ട വരികളാണ്. അങ്ങു ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങിനി വരാതെ വണ്ണം പോയാർ തെക്കോട്ടവർ. ഇനി ഇങ്ങോട്ടൊരു വരവില്ല, തെക്കോട്ടെടുത്തു ഈ രാക്ഷസന്മാരെ എന്ന് പറയാം എന്നു ശൂർപ്പണഖയും ചൊല്ലിനാൾ. അതു കേട്ടു വന്ന കോപത്താൽ ഖരൻ ചൊല്ലിനാനതു നേരം പൂരിക നിശാചരർ 14,000 പോരിന് ദൂഷണനും അനുജൻ ത്രിശിരസ്സും. ഘോരനാം ഖരനേവം ചൊന്നതു കേട്ട നേരം ശൂരനാം ത്രിശിരസ്സും പടയും പുറപ്പെട്ടു. വീരനാം ദൂഷണനും ഖരനും നടകൊണ്ടു ധീരതയോട് യുദ്ധം ചെയ്വതിനുഴറ്റോടെ രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോട് ചൊന്നാൻ. ഇപ്പോൾ വലിയൊരു പടയോടുകൂടി യുദ്ധത്തിന് വരികയാണ് ഖര, ദൂഷണ, ത്രിശിരാത്കൾ. ഇവർ 3 പേർ. കഠിനമായൊരു യുദ്ധത്തിൻ്റെ സാധ്യതയാണ് അവിടെ തെളിയുന്നത് എന്ന് രാമന് മനസ്സിലായി. ലക്ഷ്മണനോട് പറയാണ് ഇനി വലിയൊരു യുദ്ധം നടക്കാൻ വേണ്ടി പോവുകയാണ്. ബ്രഹ്മാണ്ടം നടുങ്ങുമാറെന്തൊരു ഘോഷമിതു
നമ്മോട് യുദ്ധത്തിനു വരുന്നു രക്ഷോബലം, ഘോരമായിരിപ്പോരു യുദ്ധവുമിണ്ടാം. ഇപ്പോൾ ധീരതയോടുമത്ര നീയൊരു കാര്യം വേണം. ശ്രദ്ധിക്കണം ഈ ഭാഗം. എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുക. മൈഥിലി തന്നെയൊരു ഗുഹയിലാക്കിക്കൊണ്ടു ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ. ഞാൻ ഒരുത്തനെ പോരും ഇവരെയൊക്കെ കൊൽവാൻ, മാനസേ നിനക്കു സന്ദേഹമുണ്ടായിടൊല. അനുജനൊരാപത്തും വന്നുകൂടാ, അത് ജ്യേഷ്ഠൻ്റെ നിർബന്ധ ബുദ്ധിയാണ്. അതുകൊണ്ട് സീതയെയും കൂട്ടി നീ ഒരു ഗുഹയിൽ സുരക്ഷിതനായിരിക്കുക. ഈ 14,000 ആളുകളേക്ക് ഞാൻ ഒറ്റയ്ക്ക് നേരിട്ട് കൊള്ളും എന്ന് രാമൻ ലക്ഷ്മണനോട് പറയാം. മറ്റൊന്നും ചൊല്ലുന്നില്ലെന്നെ എന്നാണയുമിട്ടു കറ്റവാർ കുഴലിയെ രക്ഷിച്ചു കൊള്ളേണം നീ, ലക്ഷ്മീദേവിയെയും കൊണ്ടങ്ങനെ തന്നെയെന്നു ലക്ഷ്മണൻ തൊഴുതുപോയി ഗഹ്വരമകം പുക്കാൻ. ചാപബാണങ്ങളെയുമെടുത്തു പരികരമാഭോഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരമാർത്തു വിളിച്ചു നക്തഞ്ചരരൊക്കെ വന്നൊരുമിച്ചു ശസ്ത്രൗഘം പ്രയോഗിച്ചാർ. വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം പ്രക്ഷേപിച്ചിതു വേഗാൽ പുഷ്കരനേത്രന്മേൽ. തൽക്ഷണം അവയെല്ലാം എയ്തു ഗണ്ണിച്ചു രാമൻ, രക്ഷോവീരന്മാരെയും സായകാവലി തൂകി നിഗ്രഹിച്ചിതു നിശിതാഗ്രബാണങ്ങൾ തന്നാലഗ്രേ വന്നടുത്തോരു രാക്ഷസപ്പടയെല്ലാം. അങ്ങനെ കഠിനമായ അതിഗംഭീരമായൊരു യുദ്ധം അവിടെ അരങ്ങേറുകയാണ്. തൽബാഹു തന്നെ ഛേദിച്ചിടിനാൻ ദാശരഥി, തൽപരിഘത്താൽ പ്രഹരിച്ചിതു സീതാപതി. മസ്തകം പിളർന്നവനുർവിയിൽ വീണു സമവർത്തി പത്തനം പ്രവേശിച്ചിതു ദൂഷണനും. ആദ്യം തന്നെ യുദ്ധത്തിൽ മുറിവേൽക്കുന്നത് ദൂഷണനാണ്. കോപേന തേരിൽ നിന്നു ഭൂമിയിൽ ചാടി വീണാൻ പിൽപ്പാടു ശതഭാരായ സനിർമ്മിതമായ കെൽപ്പേറും പരിഘവും ധരിച്ചു വന്നാനവൻ. തൽബാഹു തന്നെ ഛേദിച്ചിടിനാൻ ദാശരഥി, തൽപരിഘത്താൽ പ്രഹരിച്ചിതു സീതാപതി. മസ്തകം പിളർന്നവൻ ഉർവിയിൽ വീണു സമാവർത്തി പത്തനം പ്രവേശിച്ചിതു ദൂഷണനും. ദൂഷണൻ വീണ നേരം വീരനാം ത്രിശിരസ്സും രോഷേണ 3 ശരം കൊണ്ടു രാമനെ എയ്താൻ. 3 ഖണ്ഡിച്ചു രാമൻ 3 ബാണങ്ങളെയ്താൻ. 3 മെയ്തുടൻ മുറിച്ചിടിനാൻ ത്രിശിരസ്സും. 100 ബാണങ്ങളെയ്തു അന്നേരം ദാശരഥി 100 ഖണ്ഡിച്ചു പുനരായിരം ബാണമെയ്താൻ. അവയും മുറിച്ചവൻ അയുധം ബാണമെയ്താൻ. അവനീപതി വീരൻ അവയും നുറുക്കിനാൻ. അർദ്ധചന്ദ്രാകാരമായിരിപ്പോരമ്പു തന്നാൽ ഉത്തമാംഗങ്ങൾ 3 മുറിച്ചു പന്താടിനാൻ. അന്നേരം ഖരനാദിത്യാഭതേടിയിടും രഥം തന്നിലാം മാറു കരയേറി ഞാണൊലിയിട്ടു വന്നു രാഘവനോടു ബാണങ്ങൾ തൂകിയിടിനാൻ. ഒന്നൊന്നായി എയ്തു മുറിച്ചിടിനാൻ അവയെല്ലാം. രാമബാണങ്ങൾ കൊണ്ടും ഖരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരുതാതെയായി. നിഷ്ഠുരതരമായ രാഘവശരാസനം പൊട്ടിച്ചാൻ. മുഷ്ടിദേശേ ബാണമെയ്താശൂഖരൻ ചട്ടയും നുറുക്കിനാൻ. ദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടൊഴിയാതെ പിളർന്നിടിനാനതു നേരം. താപസദേവാദികളായുള്ള സാധുക്കളും താപമോടയ്യോ കഷ്ടം കഷ്ടമെന്നുര ചെയ്താർ. ജയിപ്പൂതാകരാം ഭയത്തോടമരരും താപസന്മാരും ചൊന്നാൻ. തൽക്കാലെ കുംഭോത്ഭവൻ തന്നെ കയ്യിൽ മുന്നം ശക്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം തൃക്കൈയിൽ കാണായി വന്നിതെത്രയും ചിത്രം ചിത്രം. മുഖ്യ വൈഷ്ണവജാപം കൈക്കൊണ്ടു നിൽക്കും നേരം ദിക്കുകളൊക്കെ നിറഞ്ഞോരു വൈഷ്ണവ തേജസ് ഉൾക്കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെ. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവായി രാമനവിടെ തിളങ്ങി നിൽക്കുകയാണെന്നാണ് രാമായണം പറയുന്നത്. മഹാമുനിമാരൊക്കെ ആകാശത്ത് നോക്കുമ്പോൾ മഹാവിഷ്ണുവിനെ കണ്ടു എന്നാണ് പറയുന്നത്. രാമൻ്റെ ആ ഒരു സ്ഥലത്ത് കാണുന്നത് മഹാവിഷ്ണുവിനെ തന്നെയാണ്.
സൂതനെ കൊന്നു തുരകങ്ങളും തേരും പൊടിച്ചാതിനായകനടുത്തീടിന നേരത്തിങ്കൽ മറ്റൊരു തേരിൽ കരയേറിനാശൂഖരൻ തെറ്റെന്നു പൊടിച്ചിതു രാഘവനതുമപ്പോൾ പിന്നെയും ഗതയുമായി അടുത്താനാശൂഖരൻ ഭിന്നമാക്കിനാൻ വിശിഖങ്ങളാലതും രാമൻ ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിൽ ഏറി വന്ന അസ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഖരൻ ഘോരമാം ആഗ്നേയാസ്ത്രമേതൂ രഘുവരൻ വരുണാസ്ത്രേണ തടുത്തിടിനാഞ്ചിതശ്രമം. ഒരസ്ത്രം, അതിന് പ്രത്യേകം അസ്ത്രം. എത്ര ആഴത്തിൽ പഠിച്ചിട്ടാണ് രാമായണം എഴുതിയെന്ന് നോക്കണം. ഓരോന്നിനും വിപരീത അസ്ത്രങ്ങളെ കൊണ്ടുള്ള യുദ്ധമാണ്, യുദ്ധതന്ത്രമാണ് നമ്മൾ കാണുന്നത്. ഘോരമാം ആഗ്നേയാസ്ത്രമേതൂ രഘുവരൻ. ആ ആഗ്നേയാസ്ത്രത്തിന് പ്രതിവിധി വരുണാസ്ത്രമാണ്. വാരുണാസ്ത്രേണ തടുത്തിടിനാൻ ജിതശ്രമം. പിന്നെ കൗബേരമസ്ത്രമെയ്ത് ഐന്ദ്രാസ്ത്രം കൊണ്ട് മന്നവൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ നൈഋതമസ്ത്രം പ്രയോഗിച്ചിതു യാമ്യാസ്ത്രേണ വീരനാം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ വായവ്യമയച്ചതും ഐന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ ഗാന്ധർവമയച്ചതു ഗൗഹ്യകമസ്ത്രം കൊണ്ടു ശാന്തമായതു കണ്ടു ഖരനം കോപത്തോടെ ആസുരമസ്ത്രം പ്രയോഗിച്ചതു കണ്ടു രാമൻ ഭാസുരമായ ദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ തീക്ഷ്ണമാമൈഷീകാസ്ത്രമേതതു രഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശു മൂന്നമ്പുതന്നാൽ സാരഥി തന്നെ കൊന്നു തുരകങ്ങളെ കൊന്നു തേരുമെപ്പേരും പൊടിപെടുത്തു കളഞ്ഞപ്പോൾ യാതുധാനാധിപതി ശൂലവും കൈക്കൊണ്ടതിക്രോധേന രഘുവരനോടടുത്തിയിടും നേരം ഇന്ദ്രദൈവതമയ അസ്ത്രമയച്ചോരളവു ചെന്നിന്ദ്രാരി തലയറുത്തിയിടിനാൻ ജഗന്നാഥൻ. ഒടുക്കം അതികഠിനമായ യുദ്ധത്തിൽ ശ്രീരാമചന്ദ്രൻ ഖരനെ കീഴ്പ്പെടുത്തുകയാണ്. വീണിതു ലങ്കാനഗരോത്വരദ്വാരേ തല തൂണിപുക്കിതു വന്നു ബാണവുമതു നേരം. ഇന്ദ്രദൈവതം എന്ന് പറയുന്ന അസ്ത്രമയച്ചുകൊണ്ട് ഖരനെ കൊല്ലുകയാണ്. ആ ബാണം ഖരൻ്റെ തലയെടുത്ത് രാവണ സമീപത്ത് കൊണ്ടുപോയി ഇടുകയാണ്. തിരിച്ച് രാമൻ്റെ തുണീരത്തിലേക്ക് വന്ന് ചേർന്നു. അങ്ങനെ ആ രാക്ഷസനായ ഖരനെ രാമൻ ഇല്ലാതാക്കുകയാണ്. ഖരദൂഷണത്രിശിരാക്കളാം നിശാചരരവരും 14,000 മരിച്ചിതു നാഴിക 3.75 കൊണ്ടു രാഘവൻ തന്നാലൂഴിയിൽ വീണാളല്ലോ രാവണ ഭഗിനിയും. അങ്ങനെ ആ മഹായുദ്ധത്തിൽ അസുരന്മാരെ മുഴുവൻ രാമൻ കൊല്ലുകയാണ്. ഈ ഭാഗത്ത് ഇന്നത്തെ പാരായണം നമുക്ക് ഉപസംഹരിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. Thank you.